അമേരിക്ക ഇന്ത്യയുടെ ഭരണമാറ്റമാണ് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അവരവരുടെ ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ട്രംപിൻ്റെ കാര്യമാണ് ഇപ്പോൾ പരിഗണില്ലെന്നുള്ളതാണ്. അതായത് ഫെഡറൽ കോടതി തീരുവകൾക്കെതിരെ ഒരു വിധി പുറപ്പെടുവിച്ചതോടുകൂടി ട്രംപിൻ്റെ കാര്യം അല്പം പരിഗണിലായി, വലിയ വിമർശനങ്ങളും വന്നു. സുപ്രീം കോടതി വിധിയെ ശേഷമായിരിക്കും ഇനി മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് അത് പല തിരിച്ചടികൾ ഉണ്ടാക്കുകയും ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് ട്രംപ് ഇന്ത്യയിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത്? സ്വാഭാവികമായി അവർക്ക് കളിപ്പാവയായിട്ട് ഒരു ഗവൺമെന്റിനെ വേണം എന്നുള്ളത് തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് ജപ്പാനിലെ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബ രാജിവെച്ചത്. രാജിവെക്കുന്നതിന് മുമ്പ് മുതൽ വലിയ വിഷയങ്ങൾ അമേരിക്കയുമായി ചേർന്നുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് $550 ബില്യൺ ട്രേഡ് ടോക്സ് നടക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് പിന്മാറുക മാത്രമല്ല ചെയ്തത്, ഇന്ത്യയുമായിട്ട് വലിയ ഒരു കരാറിലേക്ക് അവർ വരികയും ചെയ്തു. നമുക്കറിയാം, ഈ ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക പല രാജ്യങ്ങളുടെയും ഇലക്ഷനിൽ ഒക്കെയും കൈകടത്തുന്ന ഒരു രാജ്യമാണ്. അവർക്ക് താല്പര്യമുള്ള ഒരു ഭരണ നേതൃത്വത്തെ അവിടെ കൊണ്ടുവന്ന് വെക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് 2014 മുതൽ ഇങ്ങോട്ടേക്ക് യാതൊരു തരത്തിലുമുള്ള കൈകടത്തലുകളൊന്നും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. ജപ്പാനിൽ പക്ഷേ ഈ പറയുന്നത് പോലെ ജപ്പാനിലേക്ക് വരുമ്പോൾ ജപ്പാന് അമേരിക്കയെ ഒഴിവാക്കിക്കൊണ്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. കാരണം അവിടെ അമേരിക്കയുടെ ട്രഷറി ബോണ്ട് ഏറ്റവും അധികം വാങ്ങിയിട്ടുള്ളത് ജപ്പാനും ചൈനയുമാണ്. ഈ ചൈനയുമായിട്ടുള്ള വിഷയവും നമുക്കറിയാം. അവർക്ക് നേരെയും ഏതാണ്ട് 160% താരിഫാണ് അവർ അടിച്ചു കൊടുത്തത്. തിരിച്ച് ചൈന എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ചൈന ഏതാണ്ട് 145% താരിഫും അടിച്ചു കൊടുത്തു. മാത്രമല്ല, ഈ റെയർ എർത്ത് മിനറൽസ് വെച്ചിട്ടാണ് പിന്നീടുള്ള ഇവരുടെ ബാർഗെയിനിങ് നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ചൈനയെ തൊടാൻ ചൈന ആ ഒരു ഇത് നൽകിയിട്ടില്ല. റെയർ എർത്ത് മിനറൽസ് നൽകിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പ്രതിരോധ രംഗം, ഈ പ്രതിരോധ ഉപകരണങ്ങൾ വിറ്റുകൊണ്ടാണല്ലോ അവരുടെ ഏറ്റവും വലിയ വിൽപ്പന എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഈ ഒരു രംഗം തന്നെ തകർന്ന് തവിടുപൊടിയാകും. അതുകൊണ്ട് ചൈനയെ അനക്കാതെ നിർത്തുകയും അതേസമയം ജപ്പാനും ചൈനയും കൂടുതലായിട്ടും കയറ്റുമതിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമാണ്. എന്നാൽ ഇതേ കാര്യങ്ങൾ തന്നെ ഇന്ത്യയിൽ സംഭവിക്കുന്നുണ്ട്. ഇന്ത്യയിൽ അത് ഏശാതെ പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കയറ്റുമതി ഉള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ ആഭ്യന്തര വിപണി തന്നെയാണ്. നമുക്ക് കയറ്റുമതിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമല്ല, മുന്നോട്ട് പോകുന്ന ഒരു സമ്പദ് വ്യവസ്ഥയല്ല ഇന്ത്യയുടേത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രംഗങ്ങൾ തുറന്നു കൊടുക്കാൻ വേണ്ടിയാണ്. പല രംഗങ്ങളും അമേരിക്കയ്ക്ക് തുറന്നു കൊടുക്കാത്തത് കൊണ്ട്, പൂർണ്ണമായി തുറന്നു കൊടുക്കാത്തത് കൊണ്ടാണല്ലോ നമുക്ക് നേരെ ഈ താരിഫുമായിട്ട് വരുന്നത്. ഈ ജപ്പാനിൽ നടന്നിട്ടുള്ള ഈ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു രാജ്യങ്ങളുണ്ട്. ചൈന കടം കൊടുക്കുന്നത് പോലെ തന്നെ അമേരിക്കയും കടം കൊടുക്കുന്നുണ്ട്. കയറ്റുമതി എന്ന് പറയുമ്പോൾ അവർ ഈ ജപ്പാന്റെ കയറ്റുമതി സാധനങ്ങൾ അമേരിക്കയിൽ ഇറങ്ങിയില്ലെങ്കിൽ അവിടെ വലിയ വിഷയങ്ങൾ ഉണ്ടാകും. ഈ ട്രഷറി ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും ഇത്തരത്തിൽ തന്നെയാണ്. അപ്പോൾ അവർക്ക് അവിടെ ഇടപെടാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇവരുടെ ട്രഷറി ബോണ്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അത് ഏതാണ്ട് $230 ബില്യൺ ട്രഷറി ഫണ്ട് മാത്രമാണ് ഇന്ത്യ വാങ്ങിയിട്ടുള്ളത്. കയറ്റുമതിയിലാകട്ടെ നമുക്ക് 10ാം സ്ഥാനമാണ്. അതാണ് നമ്മുടെ വിപണി എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിപണി തന്നെയാണ്. അവിടെ അമേരിക്കയ്ക്ക് കുറച്ച് പിന്നോക്കം പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലൊരു റിജീം ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കറിയാം പല വിഷയങ്ങൾ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ളത് വോട്ട് അധികാർ യാത്രയാണ്. ഈ വോട്ട് അധികാർ യാത്ര നടത്തിയ ആൾ ഇപ്പൊ കുട്ടിനിക്കർ വിട്ട് മലേഷ്യയിൽ നിൽക്കുകയാണ്. ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കാൻ പോയ ആളാണ്. ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും കുട്ടിനിക്കർ വിട്ട് മലേഷ്യയിൽ നിൽക്കുന്നത്. അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ നടന്നു. ധർമ്മസ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ പോലും ഇതിന്റെ പിന്നാമ്പുറങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ പലതരത്തിൽ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള പല പദ്ധതികളും നടക്കുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വിഷയമായിട്ട് നമുക്ക് തോന്നില്ല. ഇത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കൊച്ചു കൊച്ചു പ്രശ്നങ്ങളാണ്. പക്ഷെ ഈ കൊച്ചു കൊച്ചു പ്രശ്നം എന്ന് പറയുമ്പോൾ ധർമ്മസ്ഥലം തന്നെ നോക്കൂ, എത്ര വലിയ ആരോപണമായിരുന്നു, എത്ര വലിയ പ്രതിഷേധങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഒരു രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ പോകുന്ന തരത്തിലുള്ള വിഷയങ്ങൾ അവിടെ ഉണ്ടായി. പിന്നെ അതിനെതിരെ പ്രവർത്തിക്കാനായിട്ട് നമ്മുടെ ഭരണകൂടത്തിന് കഴിഞ്ഞത് കൊണ്ടാണ്.
ഈ അന്വേഷണ റിപ്പോർട്ടുകളിലെല്ലാം ഈ കള്ളം തെളിഞ്ഞു വരിക കൂടി ചെയ്തത് കൊണ്ടാണ് അവിടെ പിടിച്ചു നിൽക്കാനായത്. അപ്പൊ അത്തരത്തിലുള്ള പല വിഷയങ്ങളും ഈ 2014 മുതൽ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വരാം. ഇനിയിപ്പോ ഇത് സംഭവിക്കാൻ, ഈ റിജീം ചേഞ്ച് നടക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ഇവരിതൊക്കെ നടത്താനായിട്ട് ഒരുങ്ങുന്നത്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ പല ഫെഡറൽ കോടതികൾ ട്രംപിനെതിരെ വലിയ തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത്. അതായത് ട്രംപ് എടുത്തിട്ടുള്ള ഈ ഒരു നടപടി, അതായത് താരിഫുമായി ബന്ധപ്പെട്ടുള്ള വിഷയം പൂർണ്ണമായിട്ടും നിയമവിരുദ്ധവുമാണ്, ഇല്ലാത്ത അധികാര പ്രയോഗമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ലാത്ത അധികാര പ്രയോഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകം രണ്ട് ഫെഡറൽ കോടതികൾ ഇങ്ങനെയാണ് വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പോൾ ട്രംപ് സ്വാഭാവികമായും സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ നിന്നുള്ള തീരുമാനവും, 2 ഫെഡറൽ കോടതികൾ ഈ കാര്യങ്ങൾ ശരിയല്ല എന്ന് വെച്ചത് കൊണ്ട് തന്നെ സുപ്രീം കോടതിയും അത് ശരിവെക്കാനുള്ള സാധ്യതകൾ അവിടെയുണ്ട്. അപ്പൊ അങ്ങനെ ശരിവെക്കുകയാണെങ്കിൽ ഇന്ത്യക്കെതിരെ ഏറ്റവും അവസാനം ഉപയോഗിക്കാവുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ സ്മൂട്ട് ഹോളി താരിഫ് ആക്ടിലെ സെഷൻ 338 പ്രയോഗിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു വാർത്ത ഇപ്പോൾ ഇതിനകം തന്നെ പുറത്തു വരുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇത് നമ്മളെ പൂർണ്ണമായും തകർത്ത് കളയും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. സ്വാഭാവികമായും ഈ അമേരിക്കയുടെ ഏതൊരു നീക്കവും ഇന്ത്യയെ തകർക്കുമെന്ന് പടച്ചുവിടുന്ന അതേ മാധ്യമങ്ങൾ ഇതേ രീതിയിൽ തന്നെ പറയുന്നുണ്ട്. ഇതുവരെ ഇത്രയും താരിഫ് ഉയർത്തി തന്നിട്ട് പോലും നമുക്ക് പിടിച്ചു നിൽക്കാനായി എന്നുള്ളതാണ്. ഇനി 50% കൂടി. ഇനി ഈ 50 ഇപ്പൊ ഈ പറയുന്ന സ്മൂത്ത് ഹോളി താരിഫ് ഇത് 1930 ഒരു ആക്ട് ആണ്. ഈ ആക്ട് പ്രകാരം ഇവർക്ക് എല്ലാ രാജ്യങ്ങളുടെയും മേൽ 50% താരിഫ് ചുമത്താനായിട്ട് അമേരിക്കൻ പ്രസിഡന്റിന് പ്രത്യേക അധികാരം നൽകുന്ന ഒരു ആക്ടാണ് ഈ പ്രയോഗിക്കാൻ ഒരുങ്ങുന്നത്. ഒരുപക്ഷെ മറ്റു രാജ്യങ്ങളുടെ മേലൊക്കെ ഇത് വിലപ്പോയേക്കാം. പക്ഷെ നമുക്കും ഇടിവുകൾ ഉണ്ടാകാം, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് ചുമത്തും എന്നുള്ള ഒരു കാര്യം വരികയാണ്. എന്തായാലും ഇതൊക്കെ ഗൗരവത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് ഇന്ത്യ. അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ താരിഫ് ഏർപ്പെടുത്തുന്നത് വഴി അടപടലം പാളം എന്ന് പറയുന്നുണ്ടല്ലോ, അടപടലം പാളില്ല. നമുക്കൊരു ചെറിയൊരു സാമ്പത്തിക GDP-യിൽ ഒരു 0.5% ഒക്കെ ഒരു ഇടിവ് വന്നേക്കാം ഇനിയുള്ള ഒരു കുറച്ച് നാളത്തേക്ക്. പക്ഷെ ഒരു 2-3 മാസത്തിന് ശേഷം അത് നമ്മുടെ സാമ്പത്തിക രംഗം കുതിച്ചു കയറുക തന്നെ ചെയ്യും. അതിനുള്ള നടപടികളൊക്കെ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ താരിഫുമായി ബന്ധപ്പെട്ടിട്ട് ട്രംപിന്റെ അവസാന നമ്മൾ പറഞ്ഞ പോലെ, രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ അണുബോംബ് പ്രയോഗിക്കുന്നതാണല്ലോ പറഞ്ഞത്, ആറ്റം ബോംബാണ് കയ്യിലുള്ളതെന്ന് പറഞ്ഞത്. ട്രംപിന്റെ കയ്യിലുള്ള ഏറ്റവും ഒടുവിലത്തെ ആറ്റം ബോംബാണ് ഈ പറയുന്ന SH ആക്ട് എന്ന് പറയുന്നത്. SH ആക്ട് എന്ന് പറയുന്നത് ട്രംപിന്റെ കയ്യിലുള്ള ഇതാണ്. പക്ഷെ അത് രാഹുൽ ഗാന്ധിക്ക് സംഭവിച്ചതുപോലെ തന്നെ അതൊരു നനഞ്ഞ പടക്കമായി മാറാനുള്ള സാധ്യതകളാണ്. അതുകൊണ്ട് മാത്രമൊന്നും ഇന്ത്യയെ തകർക്കാൻ കഴിയില്ല. ഒരു റിജീം ചേഞ്ചിനൊക്കെ ഇവർക്ക് ശ്രമിക്കാം. പലതരത്തിൽ നമ്മുടെ രാജ്യത്ത് അവർക്ക് അനുകൂലമായി നിൽക്കുന്നവരുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ നടത്താൻ കഴിയും. കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ പല ഭാഗങ്ങളിൽ ഉണ്ടാക്കി അതിനൊരു കലാപമാക്കി മാറ്റാനുള്ള നമ്മുടെ സാമ്പത്തിക സ്ഥിരതയും നമ്മുടെ രാജ്യത്തെ അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ട്രംപ് ഇനിയും തുടരും. ഡീപ് സ്റ്റേറ്റ് അതുമായി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അതായിട്ടൊക്കെ വരും എന്നുള്ളത് ഉറപ്പാണ്. അതിനുള്ള ആളുകൾ നമ്മുടെ രാജ്യത്ത് ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഈ ഷിഗേരു ഉഷിബയെ മാറ്റിയത് കണക്കിന് സമാനമായി വളരെ പെട്ടെന്ന് ഇതെല്ലാം കൊണ്ട്, അതായത് SHT പ്രയോഗിക്കുന്നത് വഴി ഇന്ത്യ അങ്ങ് തകർത്ത് കളയും എന്നുള്ളൊരു വാർത്ത റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷെ ഒരിക്കലും ഇഷിബയ്ക്ക് സംഭവിച്ചതുപോലെ ജപ്പാനിൽ സംഭവിച്ചതുപോലെയുള്ള ഒരു റെജീം ചേഞ്ച് ഇന്ന് നടക്കില്ല. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് മെല്ലെ പല കാര്യങ്ങളിലേക്കും പോകുന്നത്. നമ്മൾ നേരത്തെ സംസാരിച്ച ഒരു കാര്യത്തിൽ പറഞ്ഞു, അവർ ഒരു 1.5 വർഷത്തേക്കുള്ള ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് 1.5 വർഷത്തേക്കുള്ള കരുതൽ ശേഖരം ഒരുക്കുകയാണ്. കാരണം ഏറ്റവും ഒടുവിൽ പ്രയോഗിക്കാൻ വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് അവർക്ക് ഏർപ്പെടുത്താവുന്ന നികുതിയും മറ്റു കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അത് വലിയ വിഷയം ഉണ്ടാക്കും എന്നൊക്കെയാണ് കരുതുന്നത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കരുതൽ നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇവർക്ക് ഈ പറയുന്ന സ്മൂത്ത് ഹോളി താരിഫ് പ്രയോഗിക്കുന്നത് വഴി മറ്റു രാജ്യങ്ങൾക്കുണ്ടാകുന്ന അത്ര ആഘാതമൊന്നും ഇന്ത്യക്ക് ഉണ്ടാകില്ല എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.